ഞാനൊരു 2-3 ദിവസം മുന്നേ ഇങ്ങനെ അമേരിക്കയുടെ മുകളിൽ കുറെ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഒരു വാർത്ത അങ്ങനെ വന്നിരുന്നു. എന്നിട്ട് പിന്നെ അതിലെഴുതിയിട്ടുണ്ട് അതെന്തോ ഒരു സന്തോഷമായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ന്യൂ വേൾഡ് ഓർഡർ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ വാർത്ത കണ്ടിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചൊന്നും പിന്നീട് വാർത്തകളൊന്നും പിന്നെ വന്നിട്ടില്ല. ഇതിപ്പോ ഒരു 3-4 ദിവസം മുന്നേ കണ്ടൊരു വാർത്തയാണ്. അല്ല, ഇനി ഇങ്ങനെയുള്ള വാർത്തകൾ പെരുകിക്കൊണ്ടിരിക്കും. ഇതിൽ കുറെയൊക്കെ യാഥാർത്ഥ്യം ഉണ്ട് താനും. കാരണം അവരെങ്ങനെയെങ്കിലും ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വരുന്ന സമയത്ത് അതിൽ ചെന്ന് ചാടാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങണം. നമുക്ക് കമ്മ്യൂണിറ്റി ലിവിങ്ങിലേക്ക് പോകണം. ഓഫ് ദ ഗ്രിഡ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങണം. അത് തുടങ്ങിയാൽ മാത്രമേ ഇത് ഈ ക്ലച്ചസിൽ നമ്മൾ പെടാതിരിക്കുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഒളിമ്പസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെയാണ് സന്തോഷമായിട്ട്? അപ്പൊ നമ്മള് സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം കൃഷി ചെയ്ത് ഉണ്ടാക്കി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ജീവിക്കുന്നു. അതുപോലെ കമ്മ്യൂണിറ്റികൾ ഓൾറെഡി ലോകത്തിന്റെ പല ഭാഗത്തുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ന്യൂ വേൾഡ് ഓർഡർ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ കമ്മ്യൂണിറ്റികളായിട്ട് ജീവിക്കുന്നവരെ അവരുടെ അടിമകളാക്കാതെ ഒഴിവാക്കാൻ എന്താണ് ഒരു കാരണം? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് റിസോഴ്സസ് മുഴുവൻ അവരുടെ കയ്യിൽ വരണം എന്നുള്ളതാണ്. നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് ലിവിങ്ങിൽ ഈ പ്രൊക്യൂർമെന്റ് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ അവരവരുടെ വട്ടത്തില് സ്വത്ത് സംഭരിച്ചു വെക്കുന്ന ആ സ്വഭാവമുണ്ടല്ലോ. സ്വത്ത് സംഭരിച്ചു വെക്കുന്ന സമയത്ത് ഈ സ്വത്തിന്റെ ഏകീകരണം, കേന്ദ്രീകരണം എന്നുള്ളത് അതോറിറ്റേറിയൻസിന്റെ കയ്യിലേക്ക് പോകാതിരിക്കും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഇനിയത്തെ കാലത്ത് ഒരുപാട് പേര് ഇനി ചത്തുപോകുമല്ലോ. ഡീപോപ്പുലേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഇല്ലാതായി തീരും. ആ ഇല്ലാതായി പോകാത്ത സ്വാശ്രയത്വം ഉള്ള കൂട്ടങ്ങൾക്ക് അവർ ചെറു റിസോഴ്സുകളായിട്ട് ഇവിടെ നിൽക്കേണ്ടത് ആവശ്യമാണ് അതോറിറ്റേറിയൻസിന്. കാരണം മനുഷ്യകുലം ഇല്ലാതെയാവാതെ പോകണമെന്നുണ്ടെങ്കിൽ സുസ്ഥിരതയിൽ നിൽക്കുന്ന മനുഷ്യ സമൂഹങ്ങൾ, ചെറിയ ചെറിയ മനുഷ്യ ഗോത്രങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഇവര് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളതിൽ 11ാമത്തെ ക്ലോസ് ആയിട്ട് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് സിറ്റീസ് എന്നുള്ള ഒരു ആശയം തന്നെ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ചുവട് വെച്ചിട്ട് ഈ സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കുന്ന കമ്മ്യൂണിറ്റികളെ അവർ പ്രൊമോട്ട് ചെയ്യും. അതിനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള സംഭവം ഇവിടെയുണ്ട്. നിങ്ങൾ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി പലതും ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. ബ്രേക്ക് ദ ചെയിൻ അപ്പുറത്ത് നടപ്പിലാക്കുന്ന സമയത്തും കമ്മ്യൂണിറ്റി എന്നുള്ള സാധനത്തിലേക്ക് നിങ്ങളെ ഒതുക്കി നിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ റിസോഴ്സസ് ഈ കമ്മ്യൂണിറ്റികൾ വളരെ കുറച്ച് ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി അവർ ചൂസ് ചെയ്യുന്നത്. പിന്നെ കമ്മ്യൂണിറ്റിയെ ചൂസ് ചെയ്യുന്നതിന്റെ മറ്റ് പ്രധാന കാരണം എന്ന് പറയുന്നത് മനുഷ്യകുലം മുച്ചൂടും ഇല്ലാതെയാവുന്ന ഡീപോപ്പുലേഷൻ വഴി മനുഷ്യകുലം മുച്ചൂടും ഇല്ലാതെയായാൽ ഈ അതോറിറ്റേറിയൻസിനും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് മനുഷ്യകുലത്തിന് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കുറച്ചു പേരെ നിലനിർത്തിക്കൊണ്ട് അവിടെ തുടർന്നു പോകേണ്ടത്. അതുകൊണ്ടാണ് അത് എല്ലാത്തിനെയും ഇല്ലാതാക്കാതെ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഇത്തരം മനുഷ്യ ജീവിതങ്ങളെ ഇവിടെ നിലനിർത്താൻ അവർ ശ്രമിക്കുന്നു. സജി.